ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാൻഡം കാറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. വളരെയധികം റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വാസ് ഗിവൺ ദ സ്റ്റാറ്റസ് ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഇൻ 1995 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: LNICP ഗോളിയാർ, LNICP ട്രിവാൻഡ്രം, അതുപോലെ തന്നെ HVP മന്ദാൽ അമ്രാവതി, NIES പട്യാല എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് LNICP ഗോളിയാർ എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The body type characterized by the delegate body structures are എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: എൻഡോമോർഫ്സ്, മെസോമോർഫ്സ്, എക്ടോമോർഫ്സ്, എക്ടോമെസോമോർഫ്സ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എക്ടോമോർഫ്സ് എന്നുള്ളത് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ: which aspect of sports psychology focuses on the youth and children as they involves in the competitive experience എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് ഇങ്ങനെയാണ്: എക്സ്പെരിമെൻ്റൽ, എഡ്യൂക്കേഷണൽ, ക്ലിനിക്കൽ, ഡെവലപ്മെൻ്റൽ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ 4 ഓപ്ഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡെവലപ്മെൻ്റൽ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ ഒന്ന് മനസ്സിൽ കാണുക. അപ്പോൾ സെൽഫായിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റും എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ: വിച്ച് ലോ ഓഫ് ലേണിംഗ് എംഫസൈസ് ദാറ്റ് ദ പ്രാക്ടീസ് മേക്സ് എ മെൻ പെർഫെക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇൻറ്റൻസിറ്റി, ലോ ഓഫ് എഫക്റ്റ് എന്നിങ്ങനെയാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ലോ ഓഫ് എക്സസൈസ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ഏൻഷ്യൻ്റ് ഒളിമ്പിക്സ് വേർ ഹെൽഡ് ഇൻ ദി ഓണർ ഓഫ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ജീസസ്, ഹോർക്യൂസ്, ഹെറ, തെറോഡോസ്യൂസ് 1, ഗോഡ് സിയൂസ് എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഡി ആണ്. ഗോഡ് സിയൂസ് എന്നുള്ളതാണ്. ഗോഡ് സിയൂസിനെ ഹോണർ ചെയ്തുകൊണ്ടാണ് ഏഷ്യൻ ഒളിമ്പിക്സിന് നടത്തുന്നത്. സോ സിക്സ്ത് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഇൻ ദ നോട്ട് പ്രസൻറ്റ് ഇൻ ദ ഒളിമ്പിക് ഫ്ലാഗ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. സിക്സ്ത് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ് ഇൻ ദ നോട്ട് പ്രസൻറ്റ് ഇൻ ദി ഒളിമ്പിക് ഫ്ലാഗ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റെഡ്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് ചുവടെ തന്നിരിക്കുന്നുണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓറഞ്ച് ആണ്. ഓറഞ്ച് കളറാണ് ഒളിമ്പിക്സ് ഫ്ലാഗിൽ ഇല്ലാത്തതായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മാച്ച് ദ ഫോളോയിങ് ഇയർ ഓഫ് ഒളിമ്പിക്സ് വിത്ത് ദെയർ വെന്യൂ എന്നുള്ളതാണ്. ഒരു സൈഡിലായിട്ട് ഇയർ തന്നിട്ടുണ്ട്, മറ്റൊരു സൈഡിൽ വെന്യൂസും തന്നിട്ടുണ്ട്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചുവടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ABCD എന്നിങ്ങനെ. ഇതിൽ 7th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അങ്ങനെ നമ്മൾ മാച്ചസ് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്: A 1ലേക്കും, അതായത് ഏതൻസിലാണ് 1896 ഏതൻസിൽ വെച്ചിട്ടാണ് നടന്നത്. B 1972 മുനീച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ C വരുന്നത് ബാഴ്സലോണയിലും, അതുപോലെ തന്നെ 2008 വരുന്നത്, ഡി വരുന്നത് ചൈനയിലുമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം.
The muscles attached to the bone with make them move are എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. The muscles attached to the bones which make them move are എന്നുള്ളതാണ് വോളണ്ടറി മസിൽസ്, ഇൻവോളണ്ടറി മസിൽസ്, കാർഡിയാക് മസിൽസ്, സ്മൂത്ത് മസിൽസ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് ചുവടെ തന്നിരിക്കുന്നത് 8th ക്വസ്റ്റ്യനിൽ. സോ ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വോളണ്ടറി മസിൽസ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 9th ക്വസ്റ്റ്യൻ, ദ ടേണിംഗ് ഓഫ് ദ സോൾ ഓഫ് ഫുട്ട് ഇൻവേർഡ്സ് ഈസ് എന്നുള്ളതാണ് 9th ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ വായിക്കാം. ദ ടേണിംഗ് ഓഫ് ദ സോൾ ഓഫ് ഫുട്ട് ഇൻവേർഡ്സ് ഈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇൻവേർഷൻ, പ്രൊണേഷൻ, എവേർഷൻ, അതിൻ്റെ റിസ്ട്രക്ഷൻ എന്നിങ്ങനെ 4 ഓപ്ഷൻസാണ് 9th ക്വസ്റ്റ്യന് ചുവടെ തന്നിരിക്കുന്നത്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻവേർഷൻ എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മസിൽ ഓഫ് എ ഷോൾഡർ. ഷോൾഡറിൽ ഇല്ലാത്ത ഒരു മസിലിൻ്റെ പേരാണ് ചുവടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ട്രാപ്യൂസസ്, ടോറലിസിസ്, സെറാട്ടോസ് ആൻറ്റിയോറിയോർ, സോളിയോസ്. അങ്ങനെ 4 ഓപ്ഷൻസാണ് 10th ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ, എ മസിൽസ് എബിലിറ്റി ടു പെർഫോം എ മാക്സിമം കോൺട്രാക്ചർ ടൈം ആഫ്റ്റർ ടൈം റെഫേഴ്സ് ടു ഇറ്റ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്ലെക്സിബിലിറ്റി, എജിലിറ്റി, സ്ട്രെങ്ത്, എൻഡുറൻസ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ബാലൻസ് ആണ്. ഇതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സ്ട്രെങ്ത് എൻഡുറൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മാക്സിമം സ്ട്രെങ്ത് ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് എന്നുള്ളതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. മാക്സിമം സ്ട്രെങ്ത് ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് എന്നുള്ളതാണ്. സർക്യൂട്ട് ട്രെയിനിങ്, വെയ്റ്റ് ട്രെയിനിങ്, ഹിൽ റണ്ണിങ്, പ്ലേമെട്രിക് എക്സസൈസ് എന്നുള്ളതാണ്. അങ്ങനെയാണ് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അതിൽ 12th ക്വസ്റ്റ്യൻ ആണ്. അതിൽ വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെയാണ് മാക്സിമം സ്ട്രെങ്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വെയ്റ്റ് ട്രെയിനിങ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, അവർ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവർ മെയിൻ സോഴ്സ് ഓഫ് എനർജി ആർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കരുതുക. ഓപ്ഷൻസ് വായിക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, വിറ്റാമിൻ. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. കാർബ്സ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 14th ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ആക്റ്റീവ് ഡ്രഗ് ഇൻ ദ കോഫി ആൻഡ് ടീ ആർ. ആക്റ്റീവായിട്ടുള്ള കോഫിയിലും ടീയിലും ഒക്കെ ഉള്ള ആക്റ്റീവായിട്ടുള്ള ഒരു ഡ്രഗിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. കൊക്കെയിൻ, കഫെയിൻ, അസ്പെർട്ടിക് ആസിഡ്, അതുപോലെ തന്നെ നിക്കോട്ടിൻ. അപ്പോൾ ഇതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ജസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാവുന്നുണ്ട് ഏതാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് എന്നുള്ളതല്ലേ. കൊഫെയിൻ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അതുപോലെ തന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ, സർപ്ലസ് എനർജി തിയറി വാസ് പോസ്റ്റുലേറ്റഡ് ബൈ എന്നുള്ളതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ, കാർൽ ഗ്രൂസ്, ഹെർബർട്ട് സ്പെൻസർ, മെക്ഡൊണഗൽ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫറൻസ് ഓഫ് എനർജി ബൈ മീൻസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈസ് കാൾഡ് എന്നുള്ളതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് റേഡിയേഷൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു PDF. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.